കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 46-ാമത്തെ, അതായത് യുദ്ധകാന്ഡം 4-ാം സർഗം 46-ാം ശ്ലോകമാണ് ചെയ്ത് ശുഗൻ പിന്നെ രാവണനെ ബോധ്യപ്പെടുത്തുകയാണല്ലോ ഈ സുഖദുഃഖങ്ങളുടെ കാരണമായിട്ടുള്ള ഈ പുണ്യപാപ കർമ്മങ്ങളൊക്കെ ഈ ജീവൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. അതിന് ജീവന് എപ്പോഴും ഈ ദേഹാഭിമാനം ഉള്ളപ്പോൾ ഈ ദേഹം അനുഭവിക്കണ എല്ലാ സുഖദുഃഖങ്ങളും ഉണ്ടാവണു. അല്ലാതെ ആത്മാവിന് ദുഃഖമായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. ദേഹമായിട്ടുള്ള സംബന്ധം തന്നെ വാസ്തവത്തിലുള്ളതല്ല. ആത്മാവ് ഏത് കാലം വരെയാണ് ഈ ദേഹാഭിമാനം വെച്ച് പുലർത്തണത്? അതായത് അത്ര കാലം മാത്രമേ ആത്മാവ് എപ്പോഴാണ് ഈ ദേഹാഭിമാനത്തോടുകൂടി ഇരിക്കണ അത്ര കാലം മാത്രമേ, അങ്ങനെ ദേഹത്തിനെ ഞാനാണെന്ന് തെറ്റായിട്ട് എത്ര കാലം വിചാരിക്കുന്നുവോ ആ കാലം വരെ ജനനമരണങ്ങളൊക്കെ ഉണ്ട്. ഈ ജഡമായ ദേഹത്തിനുള്ളതൊക്കെ ഉണ്ട്. അതുവരെ ഉള്ളൂ. അതായത് അതൊക്കെ മായയുടെ അധ്യാസം കൊണ്ടാണ്. അല്ലാതെ സ്വതേ ആത്മാവ് അസ്വതന്ത്രനല്ല. വാസ്തവത്തിൽ ആത്മാവിന് ഈ രാഗദ്വേഷാദികളോ അതുകൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളോ ഒന്നും ഇല്ല. ആത്മാവ് അത്യന്തം നിർമ്മലനും ശുദ്ധനും ജ്ഞാനസ്വരൂപനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ഇളക്കമില്ലാത്തവനും നാശരഹിതൻ അവ്യയൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 47 ചെയ്യാം. സ്വാജ്ഞാനവശതോ ബന്ധം പ്രതിപദ്യ വിമുഹ്യതി തസ്മാത്വം ശുദ്ധഭാവേന ജ്ഞാത്വാത്മാനം സദാ സ്മര. സ്വാജ്ഞാനവശത, തൻ്റെ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട്, അതായത് ഞാൻ ആത്മാവാണ് എന്നറിയാത്തതുകൊണ്ട് ബന്ധം പ്രതിപദ്യ വിമുഖതി, നമ്മൾ കർമ്മബന്ധരാവുകയെ ബന്ധത്തെ പ്രാപിച്ചിട്ട് മോഹിതരാവുന്നു. തസ്മാത്വം, അതുകൊണ്ട് അങ്ങ് ശുദ്ധഭാവേന ആത്മാനം ജ്ഞാത്വ, അതുകൊണ്ട് ആത്മാവ് ശുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് സദാ സ്മര, എപ്പോഴും സ്മരിച്ചാലും. എത്ര നല്ല ഉപദേശമല്ലേ! തൻ്റെ സ്വസ്വരൂപത്തെ അറിയായക കൊണ്ടാണ് ഈ ദേഹാഭിമാനം വെച്ചിട്ട് ആത്മാവ് മോഹിതനാവണത്. ജന്മാദിഭാവങ്ങൾ ഉള്ളതാണ് ഈ ആത്മാവിന് എന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിക്കുന്നു. ആത്മാവിനതൊന്നുമില്ല, ജന്മമരണാദി ഒന്നുമില്ല. പക്ഷേ ഈ ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മൾ ദുഃഖിക്കണത്. വാസ്തവത്തിൽ അതൊന്നും ആത്മാവിനില്ല. അതുകൊണ്ട് അങ്ങ് ഈ രാഗാദി ദോഷങ്ങളെയൊക്കെ ത്യജിച്ച് ആത്മാവിനെ തന്നെ എപ്പോഴും സ്മരിച്ചാലും. എത്ര നല്ല ഉപദേശം! സ്വാജ്ഞാനവശതോ ബന്ധം പ്രതിപദ്യ വിമുഹ്യതി തസ്മാത്വം ശുദ്ധഭാവേന ജ്ഞാത്വാത്മാനം സദാ സ്മര. 48 വിരതിം ഭജ സർവത്ര പുത്രദാരഗൃഹാദിഷു നിരയേഷ്വപി ഭോഗ സൂകരതനാവപി. പുത്രദാരഗൃഹാദിഷു സർവത്ര വിരതിം ഭജ. ഇങ്ങനെ പുത്രൻ, ഭാര്യ, ഗൃഹം, ധനം ഇതിലൊക്കെ വിരക്തിയെ പ്രാപിച്ചാലും നിരയേഷു ശ്വസുകരതനൗ അഭി, ഈ നരകതുല്യങ്ങളായ ശ്വസുകരതനുവിലൂടെ ഭോഗ സ്യായ, ഭോഗങ്ങളുണ്ടാവും. എന്താ പറഞ്ഞാൽ അറിയോ? പുത്രന്മാര്, ഭാര്യ, ഗൃഹം, ധനം, ഇങ്ങനെയുള്ള ഭോഗസാധനങ്ങളിലൊക്കെ വിരക്തി വന്നാലേ പറ്റുള്ളൂ. വിരക്തി ഉണ്ടാവാൻ ശ്രമിക്കൂ. ഇങ്ങനെയുള്ള ഈ സുഖസാമഗ്രികൾ നരകത്തിന് തുല്യമായിട്ടുള്ള
ഈ നായ, പന്നി ഇങ്ങനെയുണ്ടല്ലോ മൃഗങ്ങൾക്കൊക്കെയുള്ള ഒരു സുഖസാമഗ്രികൾ തന്നെയാണ് നമുക്കുള്ളതേ. അത് ഇത്ര ഒരു വിശേഷ ജന്മം, മനുഷ്യജന്മം സിദ്ധിച്ച് അങ്ങേപ്പോലുള്ളവരും അങ്ങനെ ഈ മൃഗങ്ങളെപ്പോലെ ഈ ഇൻസ്റ്റിങ്ക്റ്റും കൊണ്ടുണ്ടാകുന്ന സുഖങ്ങളിൽ മുഴുകി ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല. അത്ര പറയുന്നുണ്ട്. നോക്കൂ എന്താ പറയണ, പുത്രന്മാരെ, ഭാര്യ, ഗൃഹം അതിലൊക്കെ ഉള്ള ആസക്തി കളയൂ. ഇങ്ങനെയുള്ള സുഖസാമഗ്രികളെ കൊണ്ടുള്ള സുഖം മൃഗങ്ങൾക്കും ഉണ്ട്. അപ്പം അങ്ങ് എന്തിനാ അങ്ങനെ മൃഗങ്ങളുടെ തലത്തിലേക്ക് താണുപോയി ഈ വെറും ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണ? അതിന്നൊക്കെ പുറത്തേക്ക് വരൂ, ആത്മാവിനെ അറിയൂ തന്നെയാണ് പറയുന്നത്. വിരതിം ഭജ സർവത്ര പുത്തദാര ഗൃഹാദിഷു നിരയശ്വവിഭോഗ സ്യാച്ഛ്വസൂകരതനാവബി. അതായത് പന്നി, നായൊക്കെ പോലെ തന്നെയാണ്. അങ്ങനെ ഈ സുഖങ്ങളിൽ മാത്രം രമിച്ചാൽ എന്താ വ്യത്യാസം മൃഗങ്ങളായിട്ടാണ്. ഇനി ദേഹം ലബ്ധ്വാ വിവേകാഢ്യം, ഒരു 4-5 ശ്ലോകം ഒന്നിച്ച് നമുക്ക് അവസാനം പറയാം, പക്ഷെ ഓരോ ശ്ലോകമായിട്ട് പോവാം. ദേഹം ലബ്ധ്വാ വിവേകാഢ്യം ദ്വിജത്വം ച വിശേഷത തത്രാപി ഭാരതേ വർഷേ കർമ്മഭൂമൗ സുദുർലഭം. എന്താ പറയണ? വിവേകാഢ്യം, ഹേ ദേഹം ലബ്ധ്വ, വിവേകം കൊണ്ട് വളരെ ശ്രേഷ്ഠമായ ദേഹം ലഭിച്ചിട്ട് വിശേഷത ദ്വിജത്വം, വിശേഷിച്ചും ബ്രാഹ്മണത്വം, തത്രാപി കർമ്മഭൂമോ ഭാരതേ വർഷേ, അതിലും വെച്ച് കർമ്മഭൂമിയായ ഭാരതവർഷത്തിൽ വിദ്വാനായ ഏതൊരുവൻ ദേഹം ആത്മസാത്കൃത്വ, ദേഹത്തെ ആത്മാവായി ധരിച്ച് ഭോഗത്തിനെ അനുസരിക്കുവാനായി തുടങ്ങും. അതത്വം ബ്രാഹ്മണഭൂത്വ, അതുകൊണ്ട് അങ്ങ് ബ്രാഹ്മണനായി ഭവിച്ചിട്ട് പൗലസ്ത്യതനയാച്ചാസൻ, പുലസ്ത്യപുത്രൻ്റെ പുത്രനായിട്ട്, പുലസ്ത്യൻ്റെ പുത്രൻ പുലസ്ത്യൻ്റെ പുത്രനാണ് വിശ്രവസിൻ്റെ പുത്രനാണല്ലോ. അങ്ങനെ പുലസ്ത്യൻ്റെ പേരക്കുട്ടിയായിട്ട് അജ്ഞാനീവ, ഇങ്ങനെ അറിവില്ലാത്തവനെ പോലെ സദാ ഭോഗാൻ കിം മുഥ അനുധാവസി, ഇങ്ങനെ എന്തിനാണ് ഈ ഭോഗങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടണത്? ഇതപ്പരം വാ, ഇനിമേലെങ്കിലും, ഇതപ്പരം വാച്ചാൽ ഈ മേലാലുള്ള ജീവിതത്തിലെങ്കിലും സർവസംഗം ത്യക്ത്വ, സർവസംഗത്തെ ത്യജിച്ചിട്ട് പരാത്മാനം രാമം ഏവ, പരമാത്മാവായ രാമനെ തന്നെ ഭക്തിഭാവേന സമാശ്രയ, അത് ഒന്നിച്ചെന്നെ ചെയ്യണം നമുക്ക്. അതാണ് ദേഹം ലബ്ധ്വാ വിവേകാഢ്യം ദ്വിജത്വം ച വിശേഷത തത്രാപി ഭാരതേ വർഷേ കർമ്മഭൂമോ സുദുർലഭം. അതാണ് അതിൽ ആദ്യത്തെ എന്താ അറിയോ? അതായത് ഞാനിത് മുഴുവൻ വായിച്ചിട്ട് ഒന്നിച്ച് പറയാട്ടോ. കോവിദ്വാൻ ആത്മസാൽകൃത്വ ദേഹം ഭോഗാനുഗോ ഭവേത് അതസ്ത്വം ബ്രാഹ്മണോ ഭൂത്വാ പൗലസ്ത്യതനയശ്ച സൻ അജ്ഞാനീവ സദാ ഭോഗാൻ അനുധാവസി കിം മുഥ ഇതപ്പരം വാ ത്യക്ത്വാ ത്വം സർവസംഗം സമാശ്രയ രാമമേവ പരാത്മാനം ഭക്തിഭാവേന സർവദാ സീതാം സമർപ്യ രാമായ ത്വൽപാദാനുചരോ ഭവ വിമുക്ത സർവപാപേഭ്യോ വിഷ്ണുലോകം പ്രയസ്യസി നോ ചേൽ ഗമിഷ്യസേ ധോധ പുനരാവൃത്തിവർജിത അംഗീകുരുഷ്വ മദ്വാക്യം ഹിതമേവ വദാമിതേ. എന്താ പറയണോ? അൾട്ടിമേറ്റായിട്ട് ഉപദേശം പറയുകയാണ്. എന്താ വെച്ചാൽ വിവേകാഢ്യം ദേഹം ലബ്ധ്വ, ഇത്ര വിവേകമായിട്ടുള്ളതും വിവേകമുള്ളതും ശ്രേഷ്ഠവുമായ ദേഹം ലഭിച്ചിട്ട് വിശേഷത ദ്വിജ, ഒരു ബ്രാഹ്മണത്വം ലഭിച്ചിട്ട് തത്രാപി കർമ്മഭൂമോ ഭാരതേ വർഷേ, അതും വെച്ച് കർമ്മഭൂമിയായ ഭാരതത്തിൽ വിദ്വാനായ ഏതൊരുവൻ ദേഹം ആത്മസാൽകൃത്വ, അതായത് ദേഹത്തെ ആത്മാവായി ധരിച്ച് ഭോഗാനുഗ ഭവേത്, ഭോഗത്തിനെ അനുസരിക്കുന്നവനായിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടണോ? അതത്വം ബ്രാഹ്മണ ഭൂത്വ, അതുകൊണ്ട് അങ്ങ് ബ്രാഹ്മണനാണെന്ന് മാത്രമല്ല പൗലസ്ത്യതനയാച്ചാസൻ, പുലസ്ത്യപുത്രൻ്റെ പുത്രനായിട്ട്, പുലസ്ത്യൻ്റെ പൗത്രനാണ്. അജ്ഞാനി ഇവ, ഇങ്ങനെ അറിവില്ലാത്തവരെ പോലെ സദാൻ ഭോഗാൻ കിം മുഥ അനുധാവസി, ഇങ്ങനെ ഭോഗങ്ങളുടെ പിന്നാലെ എപ്പോഴും എന്തിനാണ് ഓടണത്?
ഇതപ്പരം വാ ഇനിമേലുള്ള ജീവിതത്തിലെങ്കിലും സർവസംഗം ത്യക്ത്വ സർവസംഗ പരിത്യാഗിയായിട്ട് പരാത്മാനം രാമം ഏവ പരമാത്മാവായ രാമനെ തന്നെ ഭക്തിഭാവേന സമാശ്രയ എല്ലാം ത്യജിച്ച് രാമനെ ആശ്രയിക്കൂ. സീതാം രാമായ സമർപ്യ സീതയെ രാമൻ്റെ കയ്യിൽ കൊണ്ട് സമർപ്പിക്കൂ. തൽപാദാനുചരഹ ഭവ അവൻ്റെ പാദങ്ങളെ അനുസരിക്കുന്നവനായി ഭവിച്ചാലും സർവപാപേഭ്യ വിമുക്ത എന്നിട്ട് സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായിട്ട് വിഷ്ണു ലോകം പ്രയാസ്യസി വിഷ്ണു ലോകത്തിലേക്ക് പോയാലും പിന്നെയോ നോ ചെയ്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അധോധാഗമിഷ്യസെ അത്യന്തം അധോഗതിയെ പ്രാപിക്കും. പുനരാവൃത്തി നിമിത്തം സൽഗതി ഹീനൻ ആകും. അതായത് പിന്നെയും ഇങ്ങനെ ഇങ്ങനെ ദേഹം എടുക്കേണ്ടി വരും. മദ്വാക്യം അംഗീകുരുഷ്വ എൻ്റെ ഈ വാക്യത്തെ അംഗീകരിച്ചാലും തേ ഹിതം ഏവ വദാമി അങ്ങയുടെ ഹിതത്തെ ഞാൻ അറിയുന്നു. ഞാൻ അങ്ങയുടെ നന്മയ്ക്കായിട്ടാണ് പറയണത്, അല്ലാണ്ട് അങ്ങയുടെ ശത്രുവായിട്ടല്ല. എന്താ പറഞ്ഞ വെച്ചാൽ ഈ ന്യായത്തിനെയും അന്യായത്തിനെയും സത്യത്തിനെയും അസത്യത്തെയും ആത്മാവിനെയും അനാത്മാവിനെയും ഒക്കെ വേർതിരിക്കാൻ ഉള്ള വിവേകം അങ്ങയ്ക്കുണ്ട്. അങ്ങനെ വിവേകമുള്ളൊരു ശരീരം അങ്ങയ്ക്ക് ലഭിച്ചു. അതിലും വിശേഷിച്ച് കർമ്മഭൂമിയായിട്ടുള്ള ഭാരതത്തിൽ അതിദുർലഭമായ ബ്രാഹ്മണത്വം ലഭിച്ച ഏതൊരു പണ്ഡിതനായിട്ടുള്ള ആളാണ് ദേഹം തന്നെയാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ച് ദേഹത്തെ ഇങ്ങനെ എപ്പോഴും പോഷിപ്പിച്ചുകൊണ്ടും സുഖിപ്പിച്ചുകൊണ്ടും ഭോഗസാധനങ്ങളെ പിന്നാലെ അലഞ്ഞു നടക്കണത് എത്ര കഷ്ടമാണ്. ലേശെങ്കിലും ബോധമുണ്ടെങ്കിൽ അങ്ങ് ഇങ്ങനെ ചെയ്യുമോ? ഇപ്പോഴും അങ്ങ് ആത്മാവ് ഈ ദേഹമാണെന്ന് തന്നെ വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ സുഖഭോഗങ്ങളുടെ, അതും ബ്രാഹ്മണനായി കർമ്മഭൂമിയായിട്ടുള്ള ഭാരതത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും വിവേകമുള്ള ഒരാൾ ഈ ഭോഗസാധനങ്ങളുടെ പിന്നാലെ അലഞ്ഞു നടക്കുമോ? ലേശെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അങ്ങന്നാകട്ടെ ബ്രാഹ്മണനായി ജനിച്ചു എന്ന് മാത്രമല്ല, അതിലും പ്രത്യേകമായിട്ടൊരു കാര്യം പറയാം. ബ്രഹ്മപുത്രനായിട്ടുള്ള പുലസ്ത്യ മഹർഷിയുടെ പൗത്രനാണ്. പുലസ്ത്യ മഹർഷിയുടെ മകൻ വിശ്രവസ്, ആ വിശ്രവസിൻ്റെ പുത്രനാണ് അങ്ങുന്ന പുലസ്ത്യ മഹർഷി. ബ്രഹ്മാവിൻ്റെ മകനാണ്. ബ്രഹ്മാവിൻ്റെ മകനായിട്ട് പുലസ്ത്യ മഹർഷി അങ്ങയുടെ മുത്തശ്ശനാണ്. എന്നിട്ടും സാധാരണ അറിവില്ലാത്ത ഒരാളെ പോലെ ഇങ്ങനെ എപ്പോഴും ഭോഗസാധനങ്ങളെ സമ്പാദിക്കാനായിട്ട് എന്തിനാ അങ്ങനെ ശ്രമിക്കണേ? ഇതുകൊണ്ട് എന്താണ് അങ്ങയ്ക്ക് ഫലം? ഇനിയുള്ള ജീവിതത്തിലെങ്കിലും സർവസംഗ പരിത്യാഗിയായിട്ട് ആ പരമാത്മാവായ രാമൻ്റെ കാൽക്കൽ ഭക്തിപൂർവം ശരണാഗതി അടയൂ. സീതയെ രാമൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് ആ ഭഗവാന്റെ പാദങ്ങളെ തന്നെ സേവിക്കൂ. അങ്ങനെ ചെയ്താൽ ഇത്ര കാലം അങ്ങ് ചെയ്ത എല്ലാ സർവ്വപാപങ്ങളിൽ നിന്നും അങ്ങ് മോചിതനാകും. എന്നിട്ട് അങ്ങയ്ക്ക് വിഷ്ണു ലോകം പ്രാപിക്കാൻ സാധിക്കും. അല്ലാച്ചോട്ടെ അത് ചെയ്തില്ലെങ്കിൽ, അതായത് രാമനെ ശരണാഗതി അടഞ്ഞ് സീതയെ മടക്കി കൊടുത്ത് രാമനെ ശരണാഗതി അടഞ്ഞില്ല എങ്കിൽ നീ ഇനിയും എത്രയോ ജന്മം ഇങ്ങനെ ഈ ജനനമരണ ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞ് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങയ്ക്ക് പുനരാവൃത്തിരഹിതമായ മോക്ഷം വേണമെങ്കിൽ രാമനെ ആശ്രയിക്കൂ. സൽഗതി അടയാതെ ഇങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങ് അധോഗതിയെ പ്രാപിക്കും. ഞാൻ പറഞ്ഞതിനെ അങ്ങ് സ്വീകരിക്കൂ. അങ്ങയുടെ ഹിതത്തെ മാത്രം വിചാരിച്ചിട്ടാണ് ഞാനിത് പറയണത് എന്ന് പറഞ്ഞു. ഇതിലധികം എങ്ങനെയാണ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക ഒരാൾക്ക്, അല്ലേ? അത്ര വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അതൊന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനത്തെ ശ്ലോകമാണ് ഈ സർഗത്തിൽ, അതിൽ പോവാം. ദേഹം ലബ്ധ്വാ വിവേകാഢ്യം ദ്വിജത്വം ച വിശേഷതഃ തത്രാപി ഭാരതേ വർഷേ കർമ്മഭൂമൗ സുദുർലഭം. ദുർലഭമായിട്ടുള്ള ജന്മമാണ് ഈ കർമ്മഭൂമിയായിട്ടുള്ള ഭാരതത്തിൽ ലഭിച്ചിരിക്കണം അങ്ങയ്ക്ക്. കോ വിദ്വാൻ ആത്മസാൽ കൃത്വ ദേഹം ഭോഗാനുഗോ ഭവേത്. ഇങ്ങനെ ആത്മാവിനെ ദേഹമാണ് തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ ഭോഗങ്ങളുടെ പിന്നാലെ ആര് പോകും? അതസ്ത്വം ബ്രാഹ്മണോ ഭൂത്വാ പൗലസ്ത്യ തനയശ്ച സൻ. ബ്രാഹ്മണനാണെന്ന് മാത്രമല്ല പൗലസ്ത്യൻ്റെ മകൻ്റെ മകനുമാണ്.
അജ്ഞാനീവ സദാ ഭോഗാൻ അനുധാവസി കിം മുഥ. എന്നിട്ടിങ്ങനെ അജ്ഞാനികളെ പോലെ ഈ ഭോഗങ്ങളുടെ പിന്നാലെ എന്തിനാണ് ഓടണത്? ഇതപ്പരം വാ ത്യക്ത്വാ ത്വം സർവസംഗം സമാശ്രയ. ഇനിയെങ്കിലും സർവസംഗ പരിത്യാഗിയായിട്ട് ഭഗവാനെ ആശ്രയിക്കൂ. രാമമേവ പരാത്മാനം ഭക്തിഭാവേന സർവദാ സീതാം സമർപ്യ രാമായ തൽപാദാനുചരോ ഭവ. സീതയെ തിരിച്ചു കൊടുത്ത് രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് രാമനെ ദാസനായിക്കോളൂ. സർവസംഗ പരിത്യാഗിയായിട്ട് വിമുക്ത സർവപാപേഭ്യോ. അങ്ങനെയാൽ സർവപാപങ്ങളിൽ നിന്നും മുക്തനാകും. വിഷ്ണുലോകം പ്രയാസ്യസി. വിഷ്ണുലോകത്തിലെത്തും ചെയ്യാം, വിഷ്ണുലോകം പ്രാപിക്കും ചെയ്യും. നോ ചാൽ അല്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗമിഷ്യസേധോധ അധോഗതി പുനരാവൃത്തിവർജിത. ഇങ്ങനെ ജനനമരണചക്രത്തിൽ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം. അംഗീകുരുഷ്വ മദ്വാക്യം. എൻ്റെ ഈ വാക്കിനെ സ്വീകരിക്കൂ. ഹിതമേവ വദാമിതേ. ഞാൻ അങ്ങയുടെ ഹിതത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്മയ്ക്കായിക്കൊണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞു. ഇനിയോ 56-ാമത്തെ ശ്ലോകമാണ് ഈ സർഗത്തിലത്തെ അവസാനത്തെ. ഒട്ടും ഇഷ്ടാവില്ല രാവണനെ. കണ്ടോളൂ. സൽസംഗതിം കുരു ഭജസ്വഹരിം ശരണ്യം ശ്രീരാഘവം മരകതോപലകാന്തികാന്തം സീതാസമേതമനിശം ധൃതചാപബാണം സുഗ്രീവലക്ഷ്മണവിഭീഷണസേവിതാഘ്രിം. സൽസംഗതിം കുരു, അതായത് നല്ല നല്ല സജ്ജനങ്ങളോടുകൂടെ നടക്കൂ എപ്പോഴും. അതായത് സത്സംഗം കൊണ്ട് നമ്മൾ നന്നാവും. അതാണ് സത്സംഗതി. സത്സംഗം ചെയ്യൂ. ശരണ്യം, ശരണം പ്രാപിക്കാൻ യോഗ്യനും. ശരണ്യം ചെന്ന ശരണം പ്രാപിക്കാൻ അർഹൻ ആ യോഗ്യനും. ഹരിം, എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനും. മരകതോപലകാന്തികാന്തം, മരതകരത്നത്തിൻ്റെ കാന്തിയോടുകൂടിയവനും. സീതാസമേതം, സീതാസമേതനായും ധൃതചാപബാണം, വില്ലും അമ്പും ധരിച്ചിരിക്കുന്നവനും. സുഗ്രീവ ലക്ഷ്മണ വിഭീഷണ സേവിതാഘ്രിം, സുഗ്രീവനും ലക്ഷ്മണനും വിഭീഷണനും ഇവരാലെല്ലാം സേവിക്കപ്പെട്ടു എന്നുവ പാദങ്ങളോടുകൂടിയവനുമായ ശ്രീരാഘവം ഭജ. ശ്രീരാമനെ ഭജിച്ചാലും എന്താ പറയുക വെച്ചാൽ സജ്ജന സംസർഗത്തിന് ശ്രമിക്കൂ. സജ്ജനങ്ങളുടെ സംസർഗം ചെയ്തോളൂ. ശരണം പ്രാപിക്കാൻ യോഗ്യനും സകല പാപങ്ങളെയും ഹരിക്കുന്നവനും മരതകരത്നം പോലെ ഉള്ള ആ ശ്യാമള നിറത്താൽ മനോഹരനും എപ്പോഴും സീതാസമേതനായിരിക്കുന്നവനും ദുഷ്ടന്മാരെ സംഹരിക്കാൻ ഉപകരിക്കുന്ന ചാപവും ബാണവും വില്ലും അമ്പും ധരിച്ചിരിക്കുന്നവനും സുഗ്രീവൻ ലക്ഷ്മണൻ വിഭീഷണൻ ഇവരാൽ ഭജിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവനുമായ ശ്രീരാമനെ അങ്ങന്ന് സേവിക്കൂ. ആ ശ്രീരാമനിൽ ശരണാഗതി അടയൂ എന്നുള്ള ഉപദേശമാണ് അവസാനം. സൽസംഗതിം കുരു ഭജസ്വഹരിം ശരണ്യം ശ്രീരാഘവം മരകതോപലകാന്തികാന്തം സീതാസമേതമനിശം ധൃതചാപബാണം സുഗ്രീവലക്ഷ്മണവിഭീഷണസേവിതാഘ്രിം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ചതുർത്ഥ സർഗ. ഇനി യുദ്ധകാണ്ഡം 5-ാം സർഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. നമുക്ക് നാളെ ചെയ്യാൻ എന്താ വെച്ചാൽ ദുർജനങ്ങളോട് ചെയ്യുന്ന ഉപദേശം ഏതുപോലെയാണ്. ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയാൽ കാര്യമില്ല എന്ന് നമ്മൾ പറയുമല്ലോ. അത് ഏതുപോലെ വെച്ചാൽ പാറപ്പുറത്ത്, നല്ല ചുട്ടുപഴുത്ത പാറപ്പുറത്ത് മഴ പെയ്താൽ എങ്ങനെ ഇരിക്കും? അപ്പം തന്നെ അത് ആവിയായിട്ട് പോവില്ലേ? അതുപോലെയാണ് ദുർജനങ്ങളോട് ചെയ്യുന്ന ഉപദേശം. ഉപദേശിച്ചവന് തന്നെ ദോഷാവും. ഉപദേശിച്ചവന് തന്നെ അയാളെ കൊല്ലുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അതായത് ശുകൻ രാക്ഷസനാണെങ്കിലും ശുകന് രാമൻ്റെ മഹത്വം നല്ലോണം ബോധ്യമായി. അതുകൊണ്ട് രാവണനെയും രാക്ഷസ വംശത്തെയും രക്ഷിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഉപദേശിച്ചത്. അതായത്
ഉപനിഷത്തിൻ്റെ സാരാംശമാണ് ശരിക്ക് പറയാച്ചാൽ ശുകൻ രാവണനോട് പറഞ്ഞത്. അതിനെ ശ്രദ്ധിക്കാൻ ഭാഗ്യം വേണ്ടേ? അതായത് അത് ശ്രദ്ധിച്ചവരുടെ അറിവില്ലായ്മയെ മുഴുവൻ നശിപ്പിക്കും. അത്ര ഉപനിഷത്ത് സാരാംശമായിട്ടുള്ള ജ്ഞാനാണ് ശുകൻ ആർക്കുപദേശിച്ചത്? രാവണന് ഉപദേശിച്ചത്. പക്ഷേ അത് കേൾക്കാൻ രാവണന് പറ്റി. പക്ഷേ അത് ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കണമെന്ന് തോന്നാനോ ഉള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ഉപദേശം കൊടുത്ത ശുകനോട് ദേഷ്യം വരിക ചെയ്തത്. അതല്ലേ കഷ്ടം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയൂലോ, നമ്മളെ എല്ലാ പുരാണങ്ങളിലും പറയും, ഉപദേശമൊക്കെ അർഹിക്കണവർക്കേ കൊടുക്കാവൂ. കാരണം അതിന് വിപരീത ഫലമാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് എത്ര നല്ല ഉപദേശമാണ്, ഉപനിഷത്ത് സാരാംശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കി അല്ലേ? അതായത് ആത്മാവാണ് ഞാൻ, ഈ ദേഹമല്ല എന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളേജ് പറഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അത് ശരിയാണ്, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കണമെന്നെങ്കിലും തോന്നാനുള്ള ഭാഗ്യം രാവണന് ഉണ്ടായില്ല. കാരണം അതും ഭഗവാന്റെ തന്നെയാണ്, മരണം എടുത്തിരിക്കുന്നു ഭഗവാന്റെ കൈകൊണ്ടേ. അപ്പം ഇനി നമുക്ക് എന്താണ് രാവണൻ എങ്ങനെയാണ് ശുകനോട് ദേഷ്യപ്പെട്ടതെന്നൊക്കെ നമുക്ക് അടുത്ത 5-ാം സർഗത്തിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. ഗുരുവായൂരപ്പ ശരണം.